തെന്നിന്ത്യൻ സിനിമകളിൽ നായകനും വില്ലനുമൊക്കെയായി നിരവധി സിനിമകളിൽ തിളങ്ങിയ നടനാണ് നെപ്പോളിയൻ. എന്നാൽ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട മുണ്ടക്കൽ ശേഖരൻ തന്നെയാണ് നെപ്പോളിയൻ എന്ന നടൻ. ഒരുപക്ഷേ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ തന്നെ പ്രാധാന്യം മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിലൂടെ നെപ്പോളിയനും ലഭിച്ചു. 1963 ഡിസംബർ 2 മദ്രാസിലാണ് ജനനം. നടനായി മാത്രമല്ല, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സാമൂഹിക ശാക്തീകരണ മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന നെപ്പോളിയന് അമേരിക്കയിൽ സ്വത്തുക്കൾ കുമിഞ്ഞുകൂടുകയാണ്. പ്രശസ്ത യൂട്യൂബറായ ഇർഫാൻ കഴിഞ്ഞ വർഷം US സന്ദർശനത്തിനിടെ നെപ്പോളിയന്റെ വീടിന്റെയും അവിടുത്തെ സൗകര്യങ്ങളുടെയും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കൊട്ടാരം പോലെ തോന്നിക്കുന്ന നെപ്പോളിയന്റെ വീട്ടിൽ തിയേറ്റർ, സ്വിമ്മിംഗ് പൂൾ, ജിം, ബാർ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. തന്റെ എസ്റ്റേറ്റിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് നെപ്പോളിയൻ തന്നെ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. 3 വർഷം മുമ്പാണ് നെപ്പോളിയൻ ഈ ഭൂമി വാങ്ങിയത്. നെപ്പോളിയൻ സ്ഥലം സന്ദർശിക്കാൻ ചെന്നപ്പോൾ എസ്റ്റേറ്റിൽ ഒരു വീടുള്ളതായി ഉടമ പറഞ്ഞു. എപ്പോൾ പണിത വീടാണെന്ന് ചോദിച്ചപ്പോൾ 1963 പണി കഴിപ്പിച്ചതാണെന്ന് ഉടമ പറഞ്ഞതോടെ നെപ്പോളിയൻ ഉടൻ തന്നെ എസ്റ്റേറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. ആദ്യത്തെ 2 വർഷം പുല്ലായിരുന്നു കൃഷി. വീടിന് പുറമെ എസ്റ്റേറ്റിൽ ഒരു പ്രത്യേക പാർട്ടി ഹാളുണ്ട്. തൻ്റെ കുടുംബസംഗമങ്ങളും സുഹൃത്തുക്കളുടെ മീറ്റിങ്ങുകളും അവിടെ നടത്താറുണ്ടെന്ന് നെപ്പോളിയൻ പറഞ്ഞു. ഈയിടെ പോലും തൻ്റെ കോളേജ് സുഹൃത്തുക്കളുടെ ഒരു റീയൂണിയൻ നെപ്പോളിയൻ അവിടെ നടത്തിയിരുന്നു. നെപ്പോളിയൻ തൻ്റെ എസ്റ്റേറ്റിൽ 250ഓളം പശുക്കളെ വളർത്തുന്നുണ്ട്. പശുക്കളെ നോക്കാൻ ചില ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. പശുക്കൾക്ക് തീറ്റ നൽകി നന്നായി വളർന്ന ശേഷം ഇറച്ചിക്കായി ചന്തയിൽ വിൽക്കുകയും അതിൽ നിന്ന് നെപ്പോളിയൻ സമ്പാദിക്കുകയുമാണ് ചെയ്യാറ്. കൃഷിയിടങ്ങളിലെ ആവശ്യത്തിന് വെള്ളം ശേഖരിക്കാൻ ഒരു കൃത്രിമ കുളവും നെപ്പോളിയൻ സ്ഥാപിച്ചിട്ടുണ്ട്. 2 കുളങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് നെപ്പോളിയൻ പറഞ്ഞു. അതുപോലെ പച്ചക്കറി കൃഷിയും താരത്തിനുണ്ട്. അമേരിക്കയിൽ മെയ് മുതൽ ഒക്ടോബർ വരെ മാത്രമേ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കഴിയൂ. അതിനുശേഷം 6 മാസത്തോളം മഞ്ഞുകാലമായതിനാൽ ആ കാലയളവിൽ കൃഷി ഇറക്കില്ല. 6 മാസത്തെ കൃഷിയിൽ എല്ലാത്തരം പച്ചക്കറികളും വിളയുന്നുണ്ട്. പച്ചക്കറികൾ വിളവെടുത്ത് വിൽക്കുന്നതിന് പകരം വീട്ടിലെ ആവശ്യങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും കൊടുക്കുകയാണ് നെപ്പോളിയൻ ചെയ്യാറ്. ഫാമിലെ വീട്ടിൽ 3 കിടപ്പുമുറികളും മറ്റ് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കുടുംബത്തോടൊപ്പം വന്ന് വിശ്രമിക്കാനാണ് നെപ്പോളിയൻ ഈ വീട് ഉപയോഗിക്കുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്ത് ഒരു നീന്തൽക്കുളവുമുണ്ട്. നെപ്പോളിയന്റെ കൃഷിയിടത്തിന്റെ ഒരു ഭാഗം കാടാണ്. അവിടെ മാൻവേട്ടയും അനുവദിക്കും. അമേരിക്കയിൽ മാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മാൻ റോഡുകളിൽ അലഞ്ഞു തിരിയുന്നതും അപകടങ്ങളിൽ പെടുന്നതും തടയാൻ മാനുകളെ ഏതാനും മാസത്തേക്ക് വേട്ടയാടാൻ സർക്കാർ തന്നെ അനുവദിക്കും. ആ സമയത്ത് നെപ്പോളിയന്റെ ഫാമിൽ മാനുകളെ വേട്ടയാടാൻ അനുവാദമുണ്ട്.